അട്ടപ്പാടിയിൽ കിടപ്പാടം പദ്ധതിക്കായുള്ള ഭൂമി വിതരണത്തിൽ വൻ ക്രമക്കേട്. ഗുണഭോക്താവിന് ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങാൻ പണം നൽകുന്നതിന് പകരം വാസയോഗ്യമല്ലാത്ത ആദിവാസി ഭൂമി നൽകിയാണ് പഞ്ചായത്ത് അധികൃതർ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. പുതൂർ പഞ്ചായത്തിൽ പാലൂരിന് സമീപം കൊളപ്പടികയിൽ ഭൂരഹിതർക്കായി വിതരണം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഭൂമിയാണിത്. വാസയോഗ്യമല്ലാത്ത ഈ മൊട്ടക്കുന്നിൽ ഭൂരഹിതരായ 39 പേർക്ക് ഭൂമി വാങ്ങുന്നതിന് 30,000 രൂപ പ്രകാരം 11,70,000 രൂപ നൽകിയെന്നാണ് രേഖ. എന്നാൽ ഗുണഭോക്താക്കളിൽ ഒരാൾക്ക് പോലും ഇവിടെ ഭൂമി ലഭിച്ചിട്ടില്ല. ഭൂരഹിതരായ ഗുണഭോക്താക്കൾ പദ്ധതി പ്രകാരം ഭൂവുടമകളായിട്ടും രേഖയിലല്ലാതെ ഭൂമി കൈവശമില്ല. മുമ്പുള്ള ഭരണസമിതിയാണ് ഈ സ്ഥലം ഇതേപോലെ 38 പേർക്ക് കൊടുക്കുകയും അതായത് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഈ കള്ളരേഖകൾ രജിസ്റ്റർ ഓഫീസിനെ കൊണ്ടുവന്ന് ഇത് സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 5-6 വർഷത്തോളമായിട്ട് ഇതുവരെയായിട്ട് ഈ 38 ഗുണഭോക്താക്കൾക്ക് ഇതുവരെ ഈ സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടില്ല. പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള ഭൂമി വാങ്ങാം. അതിന് 30,000 രൂപ പഞ്ചായത്ത് ധനസഹായം നൽകും. എന്നാൽ പുതൂർ സ്വദേശി രുക്മിണിയുടെ പാടവയൽ വില്ലേജിലെ 384/5 സർവേ നമ്പറിൽപ്പെട്ട സ്ഥലം 39 ഗുണഭോക്താക്കളും വാങ്ങിയെന്ന് കാണിച്ചാണ് പഞ്ചായത്ത് പണം തട്ടിയെടുത്തിട്ടുള്ളത്. രുക്മിണി പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാറിന്റെ സഹോദരിയാണ്. ഇവരുടെ പേരിലുള്ള ഭൂമി ഗുണഭോക്താക്കൾക്ക് വിറ്റതായി കാണിച്ചാണ് പണം മാറിയിട്ടുള്ളത്. എന്നാൽ ഈ സ്ഥലം ആദിവാസി ഭൂമിയാണെന്നാണ് പാടവയൽ വില്ലേജിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. ആദിവാസി ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമി പഞ്ചായത്ത് പദ്ധതിക്കായി വിൽപ്പന നടത്തി എന്നതും ഞെട്ടിപ്പിക്കുന്നതാണ്. ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികളാണ് വൻതോതിൽ കൊള്ളയടിക്കപ്പെടുന്നത്. പരാതി നൽകിയാലും പേരിന് പോലും ഒരു നടപടിയില്ല. അതുകൊണ്ട് തന്നെ അഴിമതി നിർബാധം തുടരുന്നു. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.